ജോലിയില്ലാത്ത ദിവസമായതിനാ വീട്ടിലിരുന്ന് ബോറടിച്ചു. എന്തോരം നേരം വീട്ടിലിരിക്കും. അപ്പോൾ ആ ബോറടി മാറ്റാൻ പ്രേം വിളിച്ചിട്ട് ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ചായ കുടിക്കാൻ കട തപ്പി നോക്കി റൗണ്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച തേക്കിൻകാട് മൈതാനത്ത് മാനത്ത് നിന്ന് പൊട്ടിവീണ നക്ഷത്രങ്ങളെ പോലെ കണ്ണൻ ചെപ്പിക്കുന്ന പ്രകാശം. എന്താണെന്നറിയാൻ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ടീമിൻ്റെ ജില്ലാ സമ്മേളനമാണെന്ന്. എന്നാൽ അതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. നമ്മുടെ തൃശ്ശൂർക്കാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ ഫുട്ബോൾ രാജാക്കന്മാർ ഗഡികൾ അവിടെ ഇട്ടിട്ടാ. നമ്മുടെ റൊണാൾഡോ, എംബാപ്പെ, സുൽത്താൻ, നെയ്മർ, മെസ്സിഹ, മെസ്സി എല്ലാവരും ഉണ്ട്. എല്ലാവരും ആഘോഷിക്കാൻ വന്നേക്കാണ്. ഇത് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ടീമിൻ്റെ ജില്ലാ തലത്തിലുള്ളൊരു മത്സരം കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും ഓരോ മരം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ മരത്തിമാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് നല്ല സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ വിശദ വിവരം അറിയാൻ വേണ്ടി ഒന്ന് ആരോടെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഒല്ലുക്കാരൻ ജോയേട്ടനെ കണ്ടു. നമ്മുടെ കിടിയാണ് കേട്ടോ. അപ്പോൾ ജോയിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാൻ കാര്യങ്ങൾ. ചേട്ടാ, ഈ ലൈറ്റ് അറേഞ്ച്മെന്റിനെ പറ്റി ഇതിൽ നിങ്ങൾ മത്സരിക്കണ്ടോ? അപ്പോൾ അതിനെ പറ്റി ഒന്ന് പറയുമോ? ഞങ്ങളുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് എന്ന് പറയും. ഓണർമാർ മാത്രമല്ല, തൊഴിലാളികളില്ല. ആ ഒരു സംഘടന ഞങ്ങളുടെ 16ാം വാർഷികത്തോടുകൂടി ജില്ലാ സമ്മേളനത്തോടുകൂടി നടത്തുന്ന പരിപാടിയാണ്. പ്രൈസൊക്കെ വെച്ചിട്ട് ക്യാഷ് അവാർഡുണ്ട്. ഈ ജില്ലയിൽ നിന്നുള്ളവർ തന്നെയാണോ പങ്കെടുക്കുന്നത്? ജില്ലയിലെ പല ഭാഗത്ത് പറയണത് മെമ്പർമാരാണ് ഞങ്ങൾക്ക് ഓൾറെഡി ഉള്ളത്. അതിലിപ്പോൾ ഞങ്ങൾക്ക് 50 മെമ്പർമാർ 50 മരം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് എത്ര പേര് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്? അങ്ങനെ കൃത്യമായിട്ട് ഓരോരുത്തരുടെ സ്ഥലങ്ങൾ പറയാൻ പറ്റില്ല. പല ഭാഗങ്ങളിൽ നിന്നാണ്. എല്ലാവരും തൃശ്ശൂർ ജില്ലയുടെ ചാലക്കുടി, അതുപോലെ തന്നെ ചാവക്കാട്, വടക്കാഞ്ചേരി ഭാഗം, അങ്ങനെയുള്ള ഓരോ ഏരിയകളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ കൂടിയിട്ടാണ് 100 മെമ്പർമാരുള്ളത്. ജില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ജില്ല തന്നെയല്ല, ഞാൻ ഓൾ കേരള എന്നാണ് ഞങ്ങൾ പറയുന്നത്. ജില്ലയിൽ മാത്രമാണ് കൂടുതൽ ഓണർമാർ ചേർന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് എന്തെങ്കിലും കിട്ടുന്ന വല്ല പ്രതീക്ഷയുണ്ടോ? ചെയ്യുന്നത് ഇപ്പം അങ്ങനെയാണോ പ്രതീക്ഷ? ഫസ്റ്റ് അടിക്കുന്ന വല്ല പ്രതീക്ഷയുണ്ടോ? ഫസ്റ്റ് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. സമ്മാനം കിട്ടിയാ കൊള്ളാം. കിട്ടിയാ കൊള്ളാം. കിട്ടിയ കിട്ടി. KKPP പോലെ കിട്ടി പോയാ പോയി, അങ്ങനെയാണോ? അതാണ് അതിന്റെ കാര്യം. ഇതിപ്പോ ഇന്ന് രാത്രി 11 മണി വരെ, നാളെ രാത്രി 11 മണി 12. അപ്പൊ ആരാണ് ഈ സമ്മാനദാനമൊക്കെ നിർവഹിക്കുന്നത്? നാളെ സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മളുടെ ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് സമ്മാനദാനം നിർവഹിക്കുന്നത്. ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ MLA ആണ്. സ്വിച്ച് ഓൺ കർമ്മം നടത്തിയത്. പിന്നെ 4-ാം തീയതിയാണ് ഞങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ സമാപനം. അതിന് ഞങ്ങൾ മന്ത്രി മറ്റേ ഇങ്ങേര് വരുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ അവിടെയുള്ള തൃശ്ശൂരത്തെ മന്ത്രി ജനീഷ് കുമാർ വരുന്നുണ്ട്. മറ്റേ മേയറും ഉണ്ട്. അപ്പോൾ മോശമില്ലാത്തൊരു സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഈ കാണണ മരം നമ്മുടെ ജോയേട്ടൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നല്ല ഡെക്കറേറ്റ് ചെയ്യുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല കുളിരുമുള്ളൊരു കാഴ്ച തന്നെയാണത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്താ രസം. അപ്പോൾ ജോയേട്ടനും ഒരു പൈസ കിട്ടട്ടെ എന്ന് ഞങ്ങളും ഒന്ന് ആശംസിക്കുന്നു. 16ാമത് വൈദ്യുത ജില്ലാ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അതിനുള്ള ട്രോഫികളാണ് വെച്ചേക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയൊക്കെ സമ്മാനങ്ങൾ ഉണ്ട്. 5th വരെ പ്രൈസ് ഉണ്ട്. 5th പ്രൈസ് വരെ. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം ഫുള്ള് ലൈറ്റിൽ കുളിച്ച് നിൽക്കുക. അപ്പോൾ 28-ാം തീയതി ഞായറാഴ്ച കൊണ്ടുട്ടോ ഈ പരിപാടി. എല്ലാവരും കാണാൻ വരാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. ഓക്കെ.